നമസ്കാരം. കഴിഞ്ഞ സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനയായ CIA അവരുടെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിൽ പെട്ട, അതേപോലെ അമേരിക്കയുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ എല്ലാം രഹസ്യാന്വേഷണ സംഘടനകൾക്ക് ഒരു കൃത്യമായ ഒരു സന്ദേശം നൽകിയതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ആ സന്ദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 11 വരെയുള്ള കാലയളവിനിടയിൽ ജൂത സമൂഹം പാർക്കുന്ന ഈ രാജ്യങ്ങളിലെ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ വലിയ തോതിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സാധാരണഗതിയിൽ ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിൽ കോഓപ്പറേഷൻ ഉണ്ടാകാറുണ്ട്, അവർ പരസ്പരം വിവരങ്ങൾ കൈമാറാറുണ്ട്. ഇതൊന്നും പുതിയതല്ല. പക്ഷേ ഇത്തരം ഒരു മുന്നറിയിപ്പ് അത്ര സാധാരണമല്ല താനും. വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു കാർപ്പറ്റ് മുന്നറിയിപ്പ് അമേരിക്കയുടെ CIAയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രഹസ്യാന്വേഷണ സംഘടനകളോ കൊടുക്കുന്നത്. ഒക്ടോബർ 7 മുതൽ 11 വരെ എന്നുള്ള കാലയളവും വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള പശ്ചാത്തലം ഒരുപക്ഷെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഊഹിച്ചിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, അതിന് 2 ദിവസം മുമ്പ് ഒരു പാകിസ്ഥാനി ചെറുപ്പക്കാരനെ, 20 വയസ്സുള്ള മുഹമ്മദ് ഷെസീബ് ഖാൻ എന്നാണ് അയാളുടെ പേര്. അയാൾ കാനഡയിൽ താമസക്കാരനാണ്. അയാളെ അമേരിക്കയുടെ നിർദ്ദേശമനുസരിച്ച്, CIA നിർദ്ദേശമനുസരിച്ച് കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ അമേരിക്കയിലേക്ക് വരാൻ വേണ്ടി കാനഡ അതിർത്തിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കാനഡ അമേരിക്കൻ അതിർത്തിയുടെ ഒരു 19 കിലോമീറ്റർ പുറകിലുള്ള കാനഡയിലെ തന്നെ ഒരു ടൗൺഷിപ്പിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ അമേരിക്കയിൽ ഒക്ടോബർ 7 പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ ജൂത കേന്ദ്രത്തിൽ വലിയ തോതിലൊരു ആക്രമണം, കൂട്ടക്കൊല പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും പോലീസും പറയുന്നത്. ഇയാളെ ഇപ്പോൾ അമേരിക്കൻ കസ്റ്റഡിയിലാണ്. ഇയാൾ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വെറും 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇത്തരം ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുത്തത്? ഇയാളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് മുമ്പ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒക്ടോബർ 7 പ്രത്യേകതയാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഓർക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രയേലിൽ സംഭവിച്ചത്. പല രീതിയിൽ പല വശത്തു നിന്ന് ഒരുമിച്ച് കയറി വന്ന ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിനുള്ളിലേക്ക് കടന്ന് 1200ഓളം സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കിയ, അതിലും കൂടുതൽ ആൾക്കാരെ പരിക്കേൽപ്പിച്ച, ഒരു 250ഓളം ബന്ദികൾ ഇപ്പോഴും അവരുടെ കയ്യിലിരിക്കുന്ന ഹമാസിൻ്റെ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 7 നടന്നത്. ഇപ്പോഴും ആ ആക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി കരകയറി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതന്നെയാണ് ചെയ്യുന്നത്. അവർ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇനിയും ഭൂമുഖത്ത് വെച്ചേക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്, അതിൻ്റെ അവസാനത്തെ തീവ്രവാദിയെ വരെ കൊന്നുകളയും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത്. ലോകമെമ്പാടുമുള്ള പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇസ്രായേൽ അവരുടെ പണി തുടരുകയാണ്. കാരണം അവരുടെ പൗരന്മാരായ 1200 മനുഷ്യരെ കൊന്ന, അല്ലെങ്കിൽ ആ മരിച്ചവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കാനോ അല്ലെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് മാർച്ച് നടത്താനോ സഹതാപം പറയാനോ അവർ മാത്രമേ ഉള്ളൂ എന്ന ഉത്തമ ബോധ്യം ഇസ്രായേലിനുമുണ്ട്. ആ ബോധ്യം ഭാരതീയർക്കും ഉണ്ടാവേണ്ടതാണ്. അത് മറ്റൊരു വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പണി തുടരുകയാണ്. പക്ഷേ തീവ്രവാദികൾ അടങ്ങിയിരിക്കുന്നില്ല. അവർ ഒക്ടോബർ 7 ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂയോർക്കിലെ ജൂത സെൻറ്ററിൽ ഈ വലിയ ആക്രമണം ഇവർ പ്ലാൻ ചെയ്തത്. ഈ ന്യൂയോർക്കിലെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ന്യൂയോർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. കാരണം അമേരിക്കയിൽ തന്നെ ജൂത സമൂഹം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ന്യൂയോർക്കാണ്. അമേരിക്കയിലെ ജൂത സമൂഹത്തെക്കുറിച്ച് നമ്മൾ നേരത്തെയും വായിച്ചിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രോസ്പറസായ, വലിയ നിലയിൽ വലിയ ബിസിനസ്സുകാരും തിങ്ക് ടാങ്കും ഒക്കെ ഉള്ള ഒരു സമൂഹം ജൂത സമൂഹമാണ്. അപ്പോൾ അവരുടെ നേരെ തന്നെ ഒരു ആക്രമണം നടത്താൻ ഇസ്ലാമിക തീവ്രവാദികൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതൊന്നുമല്ല. ഈ 20 വയസ്സുള്ള ഈ പാകിസ്ഥാനി ചെറുപ്പക്കാരൻ അവൻ എങ്ങനെ ഇത്തരം ഒരു വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടി എന്നുള്ളതാണ്. അവൻ എങ്ങനെയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച വിവരം കിട്ടിയത് എന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ ആ കാര്യത്തിൽ ചിത്രത്തിന് ഒരു ചെറിയ വ്യക്തതയുണ്ട്. കാരണം ഇയാൾ ഈ ആക്രമണത്തിന് വേണ്ടിയിട്ട് ആയുധ സംഭരണത്തിനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആയുധ സംഭരണം മാത്രമല്ല, അമേരിക്കയിലേക്ക് ചെല്ലാനും ന്യൂയോർക്കിൽ ചെല്ലാനും, ന്യൂയോർക്കിൽ ചെന്ന ശേഷം ആക്രമണം നടത്തുന്നതുവരെയുള്ള
കാര്യങ്ങൾക്ക് ഇയാൾക്ക് പിന്തുണ ആവശ്യമുണ്ട്. ആ പിന്തുണയ്ക്ക് വേണ്ടി ഇയാൾ ചില ആൾക്കാരുമായി വളരെ രഹസ്യമായിട്ട് ചാറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചാറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക്ബെറിയുടെ മെസ്സഞ്ചർ ആണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ബ്ലാക്ക്ബെറി നിന്നു, ബ്ലാക്ക്ബെറിയുടെ ഫോണും ഒക്കെ നിന്നെങ്കിലും ബ്ലാക്ക്ബെറിയുടെ ഒരു മെസ്സഞ്ചർ ആപ്പോ മറ്റോ ഇപ്പോഴും സജീവമാണ്. അത് ബിസിനസ് കാര്യങ്ങൾക്ക് പലരും ഉപയോഗിക്കുന്നുണ്ട്. ആ ആപ്പ് വഴി ഇയാൾ പല ആൾക്കാരുമായിട്ടും ബന്ധപ്പെട്ടു എന്നും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധപ്പെട്ട 2 പേർ അവർ അണ്ടർ കവർ ഏജൻസ് ആയിരുന്നു അമേരിക്കയുടെ. ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കുന്ന 2 അണ്ടർ കവർ ഏജൻസുമായിട്ടാണ് ഈ പയ്യൻ യഥാർത്ഥത്തിൽ ചർച്ച നടത്തിയത്. ഇവന് AR സീരീസിലുള്ള റൈഫിളാണ് ഇവൻ ആവശ്യപ്പെട്ടത്. നേരത്തെ ട്രംപിന് നേരെയൊക്കെ ഉണ്ടായ അസാസിനേഷൻ അറ്റംപ്റ്റിൽ ഉപയോഗിച്ചതാണ് AR സീരീസിലുള്ള റൈഫിൾ. അതാണ് ഈ പയ്യനും ആവശ്യപ്പെട്ടത്. ഇവരതെല്ലാം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇയാളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് ഇയാളെ അവസാനം പിടികൂടിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിലും ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലും ഇയാൾ ഒറ്റയ്ക്കല്ല എന്നുള്ള കൃത്യമായ സൂചന അമേരിക്കൻ ഇൻ്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇയാൾ ഒറ്റയ്ക്കാണോ എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഇയാൾ മാത്രമാണോ ഇങ്ങനെ ഒരു ആക്രമണം ഒക്ടോബർ 7-ന് പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. ഒക്ടോബർ 7-നും 11-നും ഇടയിലുള്ള കാലയളവിലാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. കാരണം ഒക്ടോബർ 7 ഈ പറയുന്ന ആക്രമണത്തിൻ്റെ, ഇസ്രായേലിലെ ആക്രമണത്തിൻ്റെ വാർഷികമാണെങ്കിൽ ഒക്ടോബർ 11 ജൂത കലണ്ടർ അനുസരിച്ച് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ്. ആ ദിവസം ജൂത കേന്ദ്രങ്ങളിൽ വലിയ തിരക്കുണ്ടാവും. അത് ആഗോളതലത്തിൽ തന്നെ ജൂത കേന്ദ്രങ്ങളുള്ള അവരുടെ സിനഗോഗും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടാവും. അപ്പോൾ ഈ സമയത്താണ് ഈ ആക്രമണം ഇസ്ലാമിക തീവ്രവാദികൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി വിശ്വസിക്കുന്നതും അവരത് തന്നെയാണ് അവരുടെ സഖ്യകക്ഷികളെ അറിയിച്ചിട്ടുള്ളതും. ഇസ്ലാമിക് സ്റ്റേറ്റ് ഇത്തരം ലോൺ വൂൾഫ് അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുക, അവർ ലോക്കലായിട്ട് തന്നെ ഇതിനുള്ള സാമഗ്രികളൊക്കെ ഒപ്പിക്കുക. കാരണം ഇവർ ആയുധവും മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലിങ്ക് ഇവരിലേക്ക് എത്തും. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവരെ പൂർണ്ണമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ഇപ്പോൾ ചെയ്യുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതവും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത്. വർഷങ്ങൾ മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബാംഗ്ലൂരിലെ ഒരാൾക്കും സംശയമില്ലാത്ത ഒരു ബംഗാളി ടെക്കി പയ്യനാണ് വലിയ തോതിൽ അൽ ഖ്വയ്ദയുമായി ബന്ധം പുലർത്തുകയും അയാൾ ഒരു വെർച്വൽ ടെറർ ഗ്രൂപ്പ് തന്നെ ഭാരതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ അയാളുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും ഇയാളെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ വളരെ എളുപ്പമാണ്. വെർച്വലായി നമ്മൾക്ക് ടെറർ ഗ്രൂപ്പ് ഉണ്ടാക്കാം, ഇവരുമായിട്ടൊക്കെ ബന്ധം വെച്ചിട്ട് ഒരുമിച്ച് ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരിപ്പോൾ ചെയ്ത്, ഇതിന് വൈറ്റ് കോളർ ടെററിസം എന്നാണ് ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റി പറയുന്നത്. കാരണം പഴയതുപോലെ മരുഭൂമികളിലും ശത്രുവിൻ്റെ നേരെയും ചെന്നല്ല ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ തീവ്രവാദി പ്രവർത്തനം നടത്തുന്നത്. അതിന് ഫ്ലാറ്റ് വിട്ട് വെളിയിൽ പോകേണ്ട ആവശ്യം പോലും ഇക്കാലത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തീവ്രവാദി ഭീഷണിയെയാണ് ലോകം ഇപ്പോൾ നേരിടുന്നത്. ഒക്ടോബർ 7 എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇനി ഇതുമായിട്ട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട മറ്റൊരു വാർത്ത കൂടി പറയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പാകിസ്ഥാൻ്റെ ആർമി ചീഫായ ജനറൽ അസിം മുനീർ, അദ്ദേഹം 59ാമത് ആർമി ഡേയുടെ, ഡിഫൻസ് ഡേയുടെ ദിവസം റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഒരു 12 മിനിറ്റ് നീണ്ട പ്രസംഗം നടത്തി. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വിഷയം വാർത്തയായി. അതായത് ചരിത്രത്തിലാദ്യമായിട്ട് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ആർമിക്ക് പങ്കുണ്ട് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടായിരുന്നു ജനറൽ അസിം മുനീറിൻ്റെ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ ജനറൽ അസിം മുനീർ പറഞ്ഞത്, ഞങ്ങൾ പലവട്ടം ഭാരതവുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്, പല യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ യുദ്ധങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കാർഗിൽ യുദ്ധവും സിയാച്ചിനിലെ ഏറ്റുമുട്ടലും അദ്ദേഹം പറഞ്ഞു. ഇത് സന്ദർഭവശാൽ ഉണ്ടായ ഒരു അബദ്ധമൊന്നുമല്ല, കാരണം എഴുതി വായിച്ച ഒരു പ്രസംഗമാണ് അദ്ദേഹം അന്ന് അവിടെ നടത്തിയത്. പക്ഷേ ഈ പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ
ഒരു മറുവശമുണ്ട്. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയ വശം. ഈ പ്രസംഗത്തിൽ വളരെ കൃത്യമായി അസീം മുനീർ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്തത്, അഭിസംബോധന ചെയ്തത് പട്ടാളക്കാരെയല്ല, ലോക മുസ്ലിം രാഷ്ട്രങ്ങളെയാണ്. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൈന്യം. ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൈന്യമാണ് ഞങ്ങളുടേത് എന്ന സന്ദേശം കൃത്യമായിട്ട് കൊടുക്കാനാണ് ജനറൽ അസീം മുനീർ അവിടെ ശ്രമിച്ചത്. ഇനി ഇതിനോട് ചേർത്ത് നിർത്തേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ പറഞ്ഞത് ഇസ്രായേലിനെതിരെ പടപൊരുതാൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സഖ്യം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നാണ്. അതും കഴിഞ്ഞ ദിവസമാണ് എർദോഗൻ ആ പ്രസ്താവന നടത്തിയത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വശത്ത് തീവ്രവാദികൾ, ഇങ്ങനത്തെ ഭീകരവാദികൾ ഇത്തരം ആക്രമണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇസ്ലാമിക ഭീകരരോട് അങ്ങേയറ്റം മതിപ്പുള്ള, അവരെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സഖ്യം കൂടി രൂപപ്പെട്ടു വരുന്നു. ആ സഖ്യത്തിലെ പ്രാമുഖ്യത്തിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തുർക്കിയും അതേപോലെ ഈ പറയുന്ന ജനറൽ അസീം മുനീർ പറഞ്ഞ പാകിസ്ഥാൻ പട്ടാളവും നടത്തുന്നത്. പാകിസ്ഥാൻ പട്ടാളം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ തന്നെയാണ്. മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഒരു പട്ടാളമുള്ളപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ പട്ടാളത്തിന് ഒരു രാജ്യമുണ്ട് എന്നാണ് പറയാറ്. കാരണം പട്ടാളമില്ലാതെ പാകിസ്ഥാനില്ല. ആ പട്ടാളം അള്ളാഹുവിൻ്റെ സൈന്യമാണ് എന്ന് തുറന്നു പറയുകയാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി. ഇത് പാകിസ്ഥാൻ്റെ പട്ടിണി മാറ്റാനുള്ള മറ്റൊരു ശ്രമം കൂടിയാണ്. കാരണം ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് തങ്ങളുടെ രക്ഷകരായി പാകിസ്ഥാനെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ സഹായങ്ങളും മറ്റു കാര്യങ്ങളും എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഈ പറച്ചിലിൻ്റെ പിന്നിൽ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലോകമെമ്പാടും ഇപ്പോൾ വർദ്ധിച്ച തോതിൽ ഇസ്ലാമിക ഭീകരതയുടെ ഭീഷണിയുണ്ട്. ആ ഭീഷണിയുടെ നിഴലിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ. ഭാരതം തീർച്ചയായിട്ടും ആ നിഴലല്ല, ഭാരതം ഒരു ടാർഗറ്റാണ്. അമേരിക്ക, ഇസ്രായേൽ കഴിഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഭാരതം തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മറ്റൊരു കൃത്യമായ ടാർഗറ്റ്. അത് മറന്നുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ ഭാരതത്തിലെ ഭരണകർത്താക്കൾക്ക് സാധ്യമല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ഇസ്ലാമിക ഭീകര സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, ആ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതം എപ്പോഴും ഈ പറയുന്ന ഭീഷണിയുടെ നിഴലിൽ തന്നെയാണ്. കാരണം നമ്മൾ അവരുടെ ടാർഗറ്റാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി കഴിഞ്ഞ വെള്ളിയാഴ്ച സഖ്യകക്ഷികൾക്ക് എത്തിച്ച ഈ സന്ദേശം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളുടെ ജാഗ്രത ഒന്നുകൂടി കൃത്യമായി, ഒന്നുകൂടി ശക്തമായി പുലർത്തേണ്ട ഒരു കാലമാണ്, അല്ലെങ്കിൽ മാസങ്ങളാണ് മുന്നോട്ടുള്ളത്. നമസ്കാരം.